അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, സ്ക്രീനിൽ കാണുന്ന അള്ളാഹിൻ്റെ റസൂൽ പറഞ്ഞ ഒരു ഹദീസ് നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്താൻ ഉദ്ദേശിക്കുകയാണ്. ഹബീബായ തങ്ങൾ പറഞ്ഞു, നീ ഒരാളെ അമിതമായി കൂടുതലായി സ്നേഹിക്കുന്നതോ ശത്രുത വെക്കുന്നതോ പാടില്ല എന്നതാണ്. തങ്ങൾ പറഞ്ഞു, ചിലപ്പോൾ നീ കൂടുതലായി ശത്രുത വെക്കുന്ന ആൾ നിൻ്റെ ഉറ്റ സുഹൃത്താകാനും മതി. ഇനി നീ കൂടുതലായി സ്നേഹിക്കുന്ന ഒരാൾ ചിലപ്പോൾ അത് നിൻ്റെ ശത്രുവാകാനും മതി എന്ന് തങ്ങൾ പറഞ്ഞു. മറ്റൊരു ഹദീസിൽ കാണാം, നാം ഏത് കാര്യത്തിലും ഒരാളെ സ്നേഹിക്കേണ്ടത് അള്ളാഹിൻ്റെ ദീനിന് വേണ്ടിയായിരിക്കണം. പടച്ച റബ്ബിൻ്റെ ദീനിന് വേണ്ടിയായിരിക്കണം ഒരാളെ സ്നേഹിക്കുന്നതും വെറുക്കുന്നതും. ദീനുണ്ടോ, നിസ്കാരമുണ്ടോ, അതുപോലെ അള്ളാഹിൻ്റെ ഓർമ്മയുണ്ടോ, പാവങ്ങൾക്ക് സഹായിക്കുന്നുണ്ടോ, അവരെ നീ സ്നേഹിക്കണം. അതേസമയം തമ്മാടികളായ ഫാസിക്കീങ്ങളായ നിസ്കാരമില്ലാത്ത, നോമ്പില്ലാത്ത, നന്മകൾ തീരെയില്ലാത്ത ഒരാളെയും നാം സ്നേഹിക്കരുത്, അവരെ വെറുക്കണമെന്ന് ഹബീബായ തങ്ങൾ പറഞ്ഞ മറ്റൊരു ഹദീസ് കാണാം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ഹദീസ് ഈ കാലഘട്ടത്ത് കൂടുതൽ പ്രസക്തിയുള്ളതാണ്. കാരണം പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നമുക്ക് നമ്മുടെ ഈ സാഹചര്യങ്ങളിൽ നമ്മെ കൂടുതലായി സ്നേഹിക്കുന്ന, കൂടുതലായി നമ്മെ ഉറ്റ സുഹൃത്തുക്കളായി കാണുന്ന അവരായിരിക്കും ചിലപ്പോൾ ചില്ലറ വിഷയങ്ങൾക്ക് നമ്മുടെ ശത്രുക്കളാകുന്നതും നമ്മെ വെറുക്കുന്നതും നമ്മെ എല്ലാ നിലക്ക് നമ്മെ ഉറ്റിക്കൊടുക്കുന്നവരും അവരായിരിക്കും. അതേ സമയത്ത് നാം എപ്പോഴും ശത്രുക്കളായി കാണുന്ന ചിലരായിരിക്കും നമ്മുടെ ഏറ്റവും പ്രയാസപ്പെടുന്ന, ബുദ്ധിമുട്ടുന്ന ആ സമയത്ത് ഓടിയെത്തി നമ്മെ സഹായിക്കുന്നവർ. അതുകൊണ്ട് ഈ ഹബീബായ തങ്ങൾ പറഞ്ഞ ഹദീസ് അത് ശരിക്കും മനസ്സിലാക്കി നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക. ഇതിൻ്റെ ഉദാഹരണത്തോ എന്നോളം ഒരു വീഡിയോ ഞാൻ കൊടുക്കുന്നുണ്ട്, അതെല്ലാവരും കാണുക. ഈ ഒരു വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നതെന്ന് മറക്കാതെ കമന്റ് ചെയ്യണം. വേറൊന്നുമല്ല, ഒരു മാൻകുട്ടി, എനിക്ക് തോന്നുന്നു കരയ്ക്ക് നിന്ന് വലിയ മാനുമായിട്ട് ഫൈറ്റ് ചെയ്ത് അതിനെ കുത്തി വെള്ളത്തിലേക്ക് ഇട്ടതായിരിക്കാം. ആ സമയത്ത് ഇതിന്റെ അടുത്തോട്ട് ഒരു മുതല വരുന്നുണ്ട്. നിങ്ങൾ സൂക്ഷിച്ചു നോക്കിയാലേ തിരിയുള്ളൂ. അതിന്റെ കാലേ വന്ന് കടിക്കുന്നുണ്ട്. പക്ഷെ ഭാഗ്യവശാൽ അതിന് കടി കിട്ടിയിട്ടില്ല. ഇപ്പൊ ചാടി മാറി കരക്കലോട്ട് ചെല്ലാൻ നോക്കുമ്പോൾ തന്നെ കരയിൽ നിന്ന മാന് വീണ്ടും ഇതിനെ ഇടിച്ച് മുതലയുടെ മുമ്പിൽ തന്നെ ഇട്ട് കൊടുക്കുക. നമ്മുടെയൊക്കെ ജീവിതത്തിലും ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ശത്രുതയും വെച്ച് നമ്മളെ കൂടെ നടക്കുന്ന ചിലര്. പുറമേയുള്ള ശത്രുവിനെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, പക്ഷെ നമ്മളെ കൂടെയുള്ളവര് ശത്രുത ഉണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് തിരിച്ചറിയാൻ ഒരുപാട് വൈകും. ചിലപ്പോഴൊക്കെ ഇങ്ങനെയുള്ള അവസരങ്ങൾ വരുമ്പോൾ മാത്രമാണ് സ്വന്തം കൂടത്ത് തന്നെയാണ് നമുക്ക് ശത്രു ഉള്ളതെന്ന് നമ്മൾ തിരിച്ചറിയുക. പക്ഷെ ആ മാൻകുട്ടി എന്തായാലും രക്ഷപ്പെടും. പുറകെ തന്നെ ആ മുതല പോകുന്നുണ്ട്. പെട്ടെന്ന് ഓടി മാറാനോ കുതിരിച്ചാടി ഓടാനോ ഒന്നും ശ്രമിക്കാതിരുന്നിട്ട് പോലും ആ മുതലയ്ക്ക് ആ മാൻകുട്ടി ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. ജീവിതത്തിന്റെ നാനാഭാഗത്തുനിന്നും പ്രശ്നങ്ങൾ നമ്മളെങ്ങനെ ഞെരുക്കുമ്പോൾ നമ്മളും ചിന്തിക്കേണ്ട കാര്യമാണ്, ഒരു ദിവസം ഈ പ്രശ്നങ്ങളൊക്കെ തീരും, ഉറപ്പാണ്. നമ്മൾ ജയിക്കാനാണ് പ്രകൃതി തീരുമാനിച്ചതെങ്കിൽ ഉറപ്പായിട്ട് നമ്മൾ ജയിച്ചിരിക്കും. അതിനൊരു യാതൊരു സംശയം വേണ്ടെന്നുള്ളതാണ് പല വീഡിയോകളും നമ്മൾ കണ്ടത്. ഒരുപാട് ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളൊക്കെ ആയിട്ട് ജീവിക്കുന്ന ഒരുപാട് മനുഷ്യർക്ക് ഇതൊരു പ്രചോദനമാവട്ടെ. നിങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ ഈ മുതലേ പോലെ തിരിച്ചു പോകട്ടെ. ഈ മാൻകുട്ടിയെ പോലെ നിങ്ങളും രക്ഷപ്പെടട്ടെ. എല്ലാവർക്കും ഹാപ്പി ലൈഫ്.